ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ പിറന്നാളും റോഷിൻ്റെ റിസൾട്ടും അങ്ങനെ അത്യാവശ്യ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്, ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് വന്ന് 1-2 ദിവസം നിൽക്കും പോലെ വന്ന് നിന്നിട്ട് പോവുകയുള്ളൂ. അപ്പോൾ വൈകുന്നേരത്ത് ചായ വെച്ച് കുടിക്കണ ഒരിതാണ്. നാളെ രാവിലെയാണ് പോണത്. അപ്പോൾ ഇന്നത്തെയും വീഡിയോ 2 ദിവസത്തെ കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പാപ്പിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ആളുടെ അടുത്ത് പോവാന്ന് പറയുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വെച്ച് ചോറ് കുറച്ച് ബാക്കിയുണ്ട്, കറിയുണ്ട്. അപ്പോൾ കറി ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഷിക്ക് ചായ വെച്ചിട്ട് അച്ചാർ ഒരു അരക്കുപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയി. നമ്മൾ ഇവിടെ കടയൊക്കെ അടുത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകില്ലല്ലോ. അതുകൊണ്ട് ഒരു നേരം എന്തെങ്കിലും ഇല്ലെങ്കിൽ അച്ചാർ കൂട്ടിയിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി, വെള്ളം പിടിച്ച് വെക്കണ ഒരു തിരക്കൊക്കെയാണ്. വീടൊക്കെ വൃത്തിയാക്കി അടിച്ച് തുടച്ച് ഇതായി. തുണി കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അലക്കുകല്ലൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ ഡ്രമ്മിൽ. ഈ ഡ്രമ്മിലാണ് എപ്പോഴും വെള്ളം നിറച്ച് വയ്ക്കുക. അപ്പോൾ ഈ താഴത്തെ ഈ പരിപാടികളൊക്കെ ഇവിടെ തന്നെ ചെയ്യല. അടുപ്പ് ഉണ്ടാക്കി, പക്ഷെ അടുപ്പ് കത്തിച്ചില്ല കേട്ടോ. നമ്മൾ അടുപ്പ് കത്തിക്കാനൊന്നും എന്താ പറയുക, അതിനുള്ളൊരു ഇതില്ല. പിന്നെ വിറകൊക്കെ വാങ്ങിച്ച് നനയാത്ത രീതിക്ക് നമ്മളവിടെ ഇരിക്കുകയാണെങ്കിൽ വിറകൊക്കെ വാങ്ങിച്ച് അടുക്കി വെക്കണം. ഇതിപ്പോൾ ഇരിക്കണില്ല എന്നുള്ളൊരു ഇതായപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് വിറകൊന്നും വാങ്ങിച്ച് വെച്ചിട്ട് നമ്മുടെ പാപ്പിയാണെങ്കിൽ ഇതാ നന്നായി വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പണി വിട്ട് വരുന്ന സമയത്ത് ഒരു പൊതി ഉണ്ടാകുമല്ലോ, ആ പൊതിയിൽ എല്ലാവരും വന്ന് കൈയിട്ടെടുത്തുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും പാപ്പിക്ക് കൊടുക്കണം. ഒരു പൊക്കവടയായിരുന്നു കൊണ്ടുവന്നത്. പാപ്പിക്ക് ഇങ്ങനത്തെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കണത് ഇഷ്ടമാണ്. പക്ഷേ അത് ഒരു 2 വായി ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് മതിയായാൽ പിന്നെ അവൾ കഴിക്കില്ല. അത്രേ കഴിക്കുള്ളൂ, അത്രമാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ ആൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പോണു. അപ്പോൾ നമ്മൾ ഇന്നത്തെയും വീഡിയോ 2 ദിവസം കൂടിയിട്ട് എടുത്തത്. പിന്നെ ഇന്ന് ബസ്സിൽ വരുന്ന സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാനും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതലായിട്ട് വീട് പണി കഴിയുകയും ചെയ്തു. അതേപോലെ തന്നെ വീട് പാല് കാച്ചൽ, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു. 3-4 ദിവസമായി വന്നിട്ട്. നമ്മൾ ഇത് എൻ്റെ പുറപ്പടി സാരിയും കല്യാണ സാരിയൊക്കെയാണ് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ ഓലപ്പരയിലിരുന്നതാണ്. അപ്പോൾ ഇനിയും അതവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ട് നശിച്ചു പോകുമല്ലോ. അപ്പോൾ ഇങ്ങടിക്ക് എടുത്തിട്ട് വന്നതാണ്. ഗോൾഡൻ കളറ് കല്യാണ സാരിയും മറ്റേത് പുറപ്പടി സാരിയും ആണ്. നമുക്ക് പോകുമ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ ആ ചേച്ചിക്കുണ്ട്. അപ്പോൾ ശരി, എന്തായാലും ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് നെല്ലിക്കയും മാങ്ങയാണ് വാങ്ങിച്ചത്. ഇവിടെ വന്നാലും നമുക്ക് അച്ചാർ ഭയങ്കര കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാപ്പി ഇതവിടെ ഉറങ്ങി എണിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇവർ ചെയ്യണത് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം മേലേക്ക് കയറ്റണം. ടാങ്കിൽ വെള്ളം കയറിയില്ല. പാപ്പിനെ അതുകൊണ്ടാണ് ഉറങ്ങി എണീറ്റിട്ടും എടുക്കാതിരുന്നത്. ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഇവൾക്ക് കുളിക്കാതെ ഇവൾ പുറത്തേക്ക് ഇറങ്ങൂല്ല. അങ്ങനത്തെ ഒരു ശീലം കൂടി ഉണ്ടല്ലോ. ഉറങ്ങി എണീറ്റത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് മൂത്രം ഒഴിക്കും. കിടന്നവിടെ നെണിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ട് ഇരുത്തുന്ന സമയത്താണ് മൂത്രം ഒഴിക്കുക. അപ്പോൾ അതും ഇതൊക്കെ കൂടി ഒരുമിച്ച് കഴിയും. അപ്പോൾ ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കയറിലൊക്കെ കുടം കെട്ടിയിട്ട് അങ്ങനെ മേലേക്ക് കയറ്റുകയാണ്. അപ്പോൾ എന്തായാലും വെള്ളം ചില ദിവസമൊക്കെ ഫുള്ളായി കയറും. ഓരോ ദിവസം മാത്രം കയറുകയില്ല. അത് നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് മാത്രമേ വെള്ളം ടാങ്കിലേക്ക് ഫുള്ളായി കയറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കയറുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇവരുണ്ടാകുമ്പോൾ കുഴപ്പമില്ല. ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് കയറി കുട കൊടുത്തിട്ട് പോകാനുള്ള ആവതി ഇല്ലാതെയായി. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുമുണ്ട്, ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഞാനും ചോദിച്ചു 2-3 ദിവസമൊക്കെ ഇങ്ങനെ കുടത്തിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടാങ്കൊക്കെ നിറയ്ക്കും. പക്ഷെ നിറയ്ക്കാതൊന്നുമില്ല, ഒരു അര ടാങ്കൊക്കെ ആയാൽ മതിയാക്കും. രോഷി പിന്നെ നമ്മൾ വെച്ച ചെടിയിലൊക്കെ വെള്ളം ഒഴിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട് പണി ചെയ്തല്ലോ, നമ്മുടെ ഹോമത്തിന് വിളക്കൊക്കെ നമ്മുടെ വീട് പണി ചെയ്ത അവരുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കയറ്റി അയക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് രോഷിൻ്റെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ രോഷിന് ടി സി വാങ്ങിക്കാൻ പോകണം, സ്കൂളിൽ ചേർത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങടിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ കേടുവന്ന് പോകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ കൊണ്ടുപോയാൽ നമുക്ക് അവിടെ പോയി ഉപയോഗിക്കാമല്ലോ. രോഷിയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, പാപ്പിനെ എടുക്കാനാണെങ്കിൽ ആളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്.
എല്ലാവർക്കും സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോൾ വിഷമമായിരിക്കും ഉണ്ടാവുക. പക്ഷേ രോഷിക്കും പാപ്പിക്കും നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളത്. പാപ്പിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടാറ്റ പോവുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓട്ടോ വരാത്തത് കൊണ്ട് ഭയങ്കര വിഷമത്തിൽ ഇവിടെ വഴക്കിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പാപ്പി. അപ്പോൾ ഇപ്പോൾ ഓട്ടോ വരും പാപ്പി, വിഷമിക്കാതെ ഇപ്പോൾ ഓട്ടോ വരും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ പാപ്പിക്ക് ബസ്സിലിരിക്കുകയാണെങ്കിൽ ഈ കുപ്പിയിൽ ഒരു കുപ്പി വെള്ളമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങണ വരെ അത് കുടിച്ചുകൊണ്ട് കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അച്ഛൻ പറയണ്ടായിരുന്നു, ഇതെന്തിനാ കഴുത്തിൽ തൂക്കിയിടുന്നത്, ഞാൻ എടുക്കുമ്പോൾ അത് എൻ്റെ മേലെ കുത്തും, ഇത് നീ പിടിച്ചോന്ന് പറഞ്ഞിട്ട് രോഷിൻ്റെ കയ്യിൽ തന്നെ അയച്ചു കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ ഒന്ന് എടുക്കച്ചാന്ന് പറഞ്ഞിട്ട് പാപ്പി അവിടെ ഇങ്ങനെ ചാരിക്കൊണ്ട് വരികയാണ്. ജയിച്ചപ്പോൾ പോവുകയാണെന്നുള്ളത് അവൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല. അവൾക്ക് ഓരോ മാറ്റങ്ങളും അറിയണത് തന്നെ നമ്മൾ ഇന്നവിടേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഇവിടെ വരികയാണെന്നൊക്കെ അറിയണത് തന്നെ ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ ഇവിടെ ആളും ബഹളവും ഒച്ചയും വെളിച്ചവും അങ്ങനെ എല്ലാം ഫീൽ ചെയ്ത് നമ്മൾ വന്നതിന് ശേഷമാണല്ലോ നമ്മുടെ ഈ വീട് കഴിഞ്ഞ് പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോകണം, വേറെ വീടുകൾ കാണാൻ. അതുകൊണ്ട് ഇവർക്ക് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ പാപ്പിയല്ലേ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വെള്ളം പിടിച്ചത് അവരുടെ ഓസ് എടുത്തിട്ടാണ്. കുറച്ച് ദിവസമല്ലേ നമ്മളിവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് ഓസ് വാങ്ങിക്കേണ്ട, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ 2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിവിടെ കൊണ്ടുവന്ന് വെച്ച് തന്നതായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അതേപോലെ റിട്ടേൺ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടുപോയി അവിടെ കൊണ്ട് വെച്ചു. ഇതാ നമ്മുടെ പാപ്പി. അങ്ങനെ നമ്മൾ ബസ്സിലാണെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കുന്ന ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ ബസ്സിൽ വരെ. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നമ്മൾ കയറി നല്ല ഹാപ്പി ആയിട്ട് തന്നെ വരും. പക്ഷേ ഇന്ന് ഒരു 3-4 ബസ്സൊക്കെ കയറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഓട്ടോ പിടിച്ചിട്ട് വന്നത് ഒക്കെ ഭയങ്കര ക്ഷീണമായി. 2-2.5 മണിക്കൂർ യാത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 11 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയത് 4:30 മണിക്കാണ് എത്തിയത്. അങ്ങനെ ഒരു വിധത്തിൽ എത്തിപ്പെട്ടു എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ബസ്സിലെ യാത്ര അത്ര സുഖമൊന്നുമില്ല. തിരക്കൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അതേപോലെ ഒരേ അടിക്ക് ബസ് കിട്ടുകയാണെങ്കിലും പാപ്പിനെ വെച്ച് വരാൻ സുഖമായിരിക്കും. പക്ഷേ ബസ് മാറി മാറി കയറുക എന്ന് പറയുമ്പോൾ പാപ്പി അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നേക്ക് വരെ. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. പക്ഷേ എന്നാലും വന്ന് ഇവിടെയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ എല്ലാം ചെയ്യണമല്ലോ. എന്ന് വെച്ചാൽ ഒരു 10 ദിവസം ആയിട്ടുണ്ട് ഇവിടെ പൂട്ടിയിട്ടിട്ട് പോയിട്ട്. അപ്പോൾ ഒന്ന് നിലവും എല്ലാവിടെയും തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മൾ രാവിലെ വരുമ്പോൾ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്ലാസ്കിൽ നമ്മുടെ പാപ്പിക്ക് ചായ വേണമല്ലോ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് കൂടി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇന്നത്തേക്ക് പണിയൊക്കെ മതിയാക്കി. ഇനി അടുക്കള ഭാഗം അപ്പുറത്തേക്ക് കൂടി കുറേ വൃത്തിയാക്കാനുണ്ട്. അത് നാളേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഒരേ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ക്ഷീണമാവും, കിടപ്പിലാവും. അതിനേക്കാളും കുറച്ച് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം ഭാഗങ്ങളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് എടുത്ത കുഞ്ഞു ഭാഗങ്ങളാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഡെയിലിയുള്ള വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അറിയിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. നമ്മുടെ പാപ്പി ഇതാണ്ട 2ാം പ്രാവശ്യം ചായ കുടിച്ചിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ നിൽക്കണ്ട്. എന്തായാലും കയ്യിൽ തരും തോന്നുന്നില്ല. എന്നെ ഇങ്ങനെ ഇടക്കണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിൽ ഒരൊറ്റ എറിയും, എന്തായാലും എറിയാതിരിക്കില്ല. വെള്ളം കുടിച്ച ബോട്ടിൽ കിടക്കണുണ്ട്, ഒരൊറ്റ എറിഞ്ഞതാണ്. ഇവിടെ വന്നപ്പോൾ ഒരേ ഏറായാണ് ആൾക്ക്. അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.